Zara Gold Diamonds and Platinum CPA Complex CPA Junction Edavanna Sigma Electronics Gallery എടവണ്ണപ്പാറ അരീക്കോട് മഞ്ചേരി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമിറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ 22 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ. താൻ ഉന്നയിച്ച ഒരു ആരോപണത്തിലും കൃത്യമായ അന്വേഷണമില്ലെന്ന നിലമ്പൂർ MLA PV അൻവർ. താൻ ഉന്നയിച്ച സ്വർണ്ണക്കടത്തിൽ അന്വേഷണം പ്രഹസനം മാത്രമായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് കോൺഗ്രസിൽ തമ്മിലടിയാണെന്നും കോൺഗ്രസിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലെന്നും PV അൻവർ പറഞ്ഞു. കൊണ്ടുപോയി എത്രയായിരുന്നു സ്വർണം, എത്രയാണ് കോടതിയിൽ കൊടുത്തത്, ഏത് തട്ടാൻ്റെ അടുത്തേക്കാണ് പോയത്, ഒരന്വേഷണം ഉണ്ടായിട്ടില്ല. പത്രക്കാരായ നിങ്ങളെ തന്നെ കൂട്ടിയിട്ട് ഒഫീഷ്യൽ അപ്രൈസർ എന്ന് പറയുന്ന ഉണ്ണി എന്ന് പറയുന്ന സ്വർണ്ണപ്പണിക്കാരൻ്റെ സ്വത്തുവകകൾ നിങ്ങൾക്കേ കാണിച്ചു തന്നു. 2 വർഷം കൊണ്ടുണ്ടാക്കിയ ഒരന്വേഷണവും നടത്തിയിട്ടില്ല. എയർപോർട്ടിൽ പോയി രാത്രി 10 മണിക്ക് ശേഷം എയർപോർട്ട് പരിസരത്തെ കടകൾ തുറക്കാൻ പാടില്ല എന്ന അന്നത്തെ SP സുജിത് ദാസ് എന്ത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 2 വർഷക്കാലത്തോളം ആ എയർപോർട്ട് പരിസരത്തെ കടകൾ മുഴുവൻ അടിപ്പിച്ച്, എയർപോർട്ട് നിങ്ങൾക്കറിയാം രാപ്പകൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് എയർപോർട്ട്. രാത്രി കാലങ്ങളിൽ നേരം വെളുക്കുന്നവരെ ഫ്ലൈറ്റ് ഉണ്ട്, 100 കണക്കിന് ജോലിക്കാരുടെ വർക്ക് ചെയ്യുന്നുണ്ട്. എക്സ്പോർട്ടിൻ്റെ മുഴുവൻ കാര്യങ്ങളും നടക്കുന്നത് രാത്രിയിലാണ്. ഇവരൊക്കെ പട്ടിണിയിലാക്കുന്ന ഒരു നിലപാടായിരുന്നു എടുത്തിരുന്നത്. ഈ കടകൾ ഹോട്ടൽസ് ഒക്കെ അടച്ചിരുന്നു. ഒരന്വേഷണം ഉണ്ടായിട്ടില്ല. റിദാൻ ബാസിൽ കേസ് ഇന്ന് വരെ ഒന്നും ചെയ്തിട്ടില്ല. മാത്രമല്ല, ഞാൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഭാഗമായിരുന്ന ആ കേസിനെ അട്ടിമറിക്കാൻ അജിത് കുമാറിൻ്റെ നിർദ്ദേശപ്രകാരം കേസ് പുനരന്വേഷണത്തിന് എടവണ്ണ പോലീസിൽ അപ്ലിക്കേഷൻ കൊടുത്ത് കോടതിയിൽ നിന്ന് ഒരു പെർമിഷൻ വാങ്ങി അതിനെ അട്ടിമറിച്ചു. മാമി കേസ് ഒരഡ്രസ്സും ഇല്ല, ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ്. അന്ന് കേസ് ഞാൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്നത്തെ ക്രൈംബ്രാഞ്ച് SP ആ കേസ് 3 ദിവസമാണ് അന്വേഷിച്ചത്. അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിൽ ആ കുടുംബം തൃപ്തരായിരുന്നു. 3-ാമത്തെ ദിവസം അദ്ദേഹത്തെ പോലീസിൽ നിന്ന് തന്നെ മാറ്റി, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റി. അതുപോലെ തന്നെ സന്ദീപാനന്ദഗിരി കേസ് അന്വേഷിച്ച് യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്ത ക്രൈംബ്രാഞ്ച് DYSP കൊടുത്ത റിപ്പോർട്ട് ആദ്യം അന്വേഷിച്ച 4 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അവർ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തിയെന്നും CPMൻ്റെ ഉന്നതനായ നേതാവ് കാരായി രാജനെ ഉൾപ്പെടെയുള്ളവരെ ആ കേസിൽ ഉൾപ്പെടുത്താൻ അവരുടെ ഫോൺ റെക്കോർഡുകളടക്കം അവർ ടാപ്പ് ചെയ്തു എന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ 4 ആളുകളെ സസ്പെൻഡ് ചെയ്യാൻ യഥാർത്ഥ പ്രതികളെ പിടിച്ച DYSP കൊടുത്ത റിപ്പോർട്ടിനെ കുറിച്ച് ഒരു പരാമർശവുമില്ല, ഒരു കാര്യവും നടന്നിട്ടില്ല. അപ്പോൾ ഇത് വലിയ വിഷയമായി. എവിടെ? ഈ ചേലക്കര തെരഞ്ഞെടുപ്പിൽ DMK പിന്തുണക്കുന്ന സുധീർ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പോവുകയാണ്. അതിൽ വലിയ വോട്ട് വരുന്നത് CPMൽ നിന്നാണ്. എന്തുകൊണ്ടാണ്? അവിടെ പാർട്ടി സഖാക്കൾ വന്ന നേതാക്കളോട് മുഴുവൻ ചോദിച്ച ചോദ്യം അതാണ്. എന്തുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു നടപടി ഉണ്ടായില്ല? അല്ല, PV അൻവർ പറഞ്ഞത് കളവാണെങ്കിൽ എന്തുകൊണ്ട് ഒരു ലീഗൽ സ്റ്റെപ്സ് PV അൻവറിനെതിരെ എടുത്തില്ല എന്നുള്ള ചോദ്യമുയർന്നു. ജനങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടണം. പാലക്കാട് അതിൻ്റെ വലിയ തിരിച്ചടി ഉണ്ടാകാൻ പോവുകയാണ് CPMനെ സംബന്ധിച്ചിട്ട്. അപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രം ഈ പറയുന്ന തലശ്ശേരി കണ്ണൂർ കോടതിയിൽ കൊണ്ടുപോയി കേസ് കൊടുത്തു. ഞങ്ങളിതാ ഒരു സ്റ്റെപ്പ് എടുത്തിരിക്കുന്നു. എന്താണ് ഇദ്ദേഹം പറഞ്ഞത്? P ശശി എന്താ പറഞ്ഞത്? ഈ തെരഞ്ഞെടുപ്പ് PV അൻവർ ഈ പറയുന്ന കള്ളക്കടത്ത് സംഘങ്ങളുടെ പിന്തുണയോടെയാണ് ഇത് നടത്തുന്നത്. ആരാണ് ഈ കള്ളക്കടത്ത് സംഘങ്ങൾ? അദ്ദേഹം വ്യക്തമാക്കട്ടെ. എന്താ വ്യക്തമാക്കാൻ മടി? PV അൻവറിന് പിന്നിലുള്ള കള്ളക്കടത്ത് സംഘമാരാണ്. ഒരാളെ പേര് പറയട്ടെ എന്ന്. അപ്പൊ പുകമറ സൃഷ്ടിക്കുക. ഞാൻ അവസാനമായി പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന് പോട്ടെ. കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഇത് സംശയമായിരുന്നെങ്കിൽ ഇന്ന് ഉറപ്പിച്ച് നിൽക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് ഈ കള്ളക്കടത്തിനും ഈ കൊലപാതകത്തിനും ഈ ദുരോധാനത്തിൻ്റെയും പിന്നിൽ എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്.
കാരണം അജിത് കുമാറിന് ഞാൻ എതിരെ പറഞ്ഞ ഈ കാര്യങ്ങൾക്കപ്പുറം നിങ്ങൾക്കടക്കം തെളിവ് വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് വാങ്ങിയ ഫ്ലാറ്റ് 33,80,000-ന് 2019 ഒരു ഫ്ലാറ്റ് വാങ്ങുന്നു. ഫെബ്രുവരി 19-ആം തീയതി, ഫെബ്രുവരി 28-ആം തീയതി 29-ആം തീയതിയോ അത് 65 ലക്ഷം രൂപക്ക് വിൽക്കുന്നു. രണ്ടിലും ഒരു പൈസ ഒഫീഷ്യലില്ല. പെയ്ഡ് ബൈ ക്യാഷ് എപ്പോൾ അദ്ദേഹം വാങ്ങുമ്പം അത് വിൽക്കുന്ന സമയത്ത് റിസീവ്ഡ് ബൈ ക്യാഷ്. ഇത്ര വലിയ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയ കൃത്യമായ തെളിവ് ഡോക്യുമെന്റിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരൊറ്റ കാര്യം മതി അജിത് കുമാറിനെ മണിക്കൂർ വെച്ച് സസ്പെൻഡ് ചെയ്യാൻ. അപ്പൊ ഇതിലൊന്നുമില്ല. ഇപ്പൊ എന്തായി? മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞ ഇവിടത്തേക്ക് ഇദ്ദേഹം പോവാണ്. മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? ഈ കള്ളക്കടത്ത് സംഘത്തിന്റെ പിന്നിൽ ആരോ പ്രവർത്തിക്കുന്നുണ്ട്, പോലീസിന്റെ നടപടി അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പത്രക്കാരായ നിങ്ങളുടെ ചോദ്യം അത് ആരാണ്? അൻവറാണോ? അത് എനക്കറിയില്ല. അതേ എന്താ പറയാ പൊസിഷനിൽ നിന്നുകൊണ്ട് തന്നെ ഇപ്പോൾ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു പരാതിയാണ്. ഇത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും. ഇത് പാലക്കാട് ജനങ്ങൾ ചർച്ച ചെയ്യാണ്. ഇപ്പോൾ ഈ പറയുന്ന EP-യുടെ വിഷയം നിങ്ങൾക്ക് വല്ലതും പിടികിട്ടിയോ? ആർക്കെങ്കിലും വല്ലതും പിടികിട്ടിയോ? എങ്ങനെയാണ് അദ്ദേഹം എഴുതാത്ത ജീവചരിത്രം പുറത്തു വന്നതെന്ന്? ആരാണ് സ്റ്റോറി ഉണ്ടാക്കിയത്? ആർക്ക് വേണ്ടിയാണ് സ്റ്റോറി ഉണ്ടാക്കിയത്? ഞാൻ അന്ന് തന്നെ പറഞ്ഞു, ഈ പറയുന്ന വിഷയത്തിൽ ഇപ്പോ സരിനെതിരെ അദ്ദേഹം നടത്തിയ പ്രസ്താവന ഈ സമൂഹത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചർച്ചയാവണം. ഈ പറയുന്ന തൃശ്ശൂരിനെ പോലെ തന്നെ പാലക്കാട് BJP ജയിപ്പിച്ചു കൊടുക്കാമെന്ന കരാറ് ഏറ്റെടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയും ഈ പറയുന്ന ശശിയും തന്നെയാണ്. അപ്പൊ സരിനെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥി 10 വോട്ട് കിട്ടുന്നത് തടയാൻ അതിനേക്കൊരു വഴി തുറക്കുകയാണ്. EP-യുടെ ജീവചരിത്രം, GP-യെ പുറത്താക്കണം. EP-ക്ക് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുണ്ടായ സംഭവ വികാസം നമുക്കറിയാം. അത് ഈ അന്തരീക്ഷത്തിൽ നിന്ന് മാഞ്ഞിട്ടില്ല. അപ്പോൾ വളരെ പെട്ടെന്ന് EP-യിലേക്ക് ഇങ്ങനെ ഒരു ജീവചരിത്ര പുസ്തകം EP എഴുതിക്കൊണ്ടിരിക്കുന്നു. സരിൻ വലിഞ്ഞു കയറി വന്നവനാണ്. അത് പാർട്ടി വലിയ വില കൊടുക്കേണ്ടി വരും. ഒരു വെടിക്ക് 2 പക്ഷിയാണ്. ഒന്ന്, സരിന്റെ അനുകൂലമായി വരുന്ന CPM വോട്ടുകൾ തടയാം. രണ്ടാമത് EP ജയരാജനെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം. അതുകൊണ്ടാണ് ഇത് എവിടെയും എത്താതെ നിൽക്കുന്നത്. ഞാൻ ഈ വിഷയം ചേലക്കര തെരഞ്ഞെടുപ്പ് നടക്കുന്ന രാവിലത്തെ പത്രക്കാർ വന്ന നിങ്ങളോട് മുഴുവൻ ഞാൻ പറഞ്ഞു, ഇതിൻ്റെ ഉദ്ദേശം ഇത് തന്നെയാണ്. കാരണം ഇതിൽ വലിയൊരു ഗൂഢാലോചനയുണ്ട്. P ശശിയെപ്പോലെ ഉള്ള ഒരാളുടെ ഇടപെടലില്ലാതെ ഈ കാര്യം പുറത്തേക്ക് വരില്ല. എന്താ DC ബുക്സ് ഉണ്ടാത്തത്? നിങ്ങളൊക്കെ ആവർത്തിച്ച് ചോദിച്ചല്ലോ. DC ബുക്സിന് മിണ്ടാൻ കഴിയില്ല. കാരണം ആ രീതിയിൽ ഇതിനെ ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ പൊതുവായിട്ട് ഞാൻ ഈ പറഞ്ഞത് അടിവരയിടുകയാണ്. തൃശ്ശൂർ പൂരം കലക്കി അവിടെ ജയിപ്പിച്ചതുപോലെ സരിന് ചിഹ്നം പോലും കൊടുക്കാതെ സരിനെ നിർത്തി സരിന് കിട്ടാവുന്ന വോട്ടുകൾ കൂടി എങ്ങോട്ടേക്ക് എത്തണം? BJPക്ക് എത്തണം. ആ ഒരു സാഹചര്യം മനഃപൂർവ്വം സൃഷ്ടിക്കുകയാണ്. ആ മനഃപൂർവ്വം സൃഷ്ടിക്കുന്നതിൽ നിന്ന് അവരുടെ ആ ഇൻവോൾവ്മെന്റിന്റെ ശ്രദ്ധ ഇപ്പം 2 ദിവസമായിട്ട് ഇന്നലെ തൊട്ടുള്ള ചർച്ച എന്താ? ശശി കൊടുത്ത കേസാണ്. മറ്റത് മുങ്ങുകയാണ്. ഏത്? ഈ പറയുന്ന EP-യുമായി ബന്ധപ്പെട്ട വിഷയം മുങ്ങിപ്പോവുകയാണ്. ഈ രീതിയിൽ ഒരടിസ്ഥാനവുമില്ലാതെ കൊള്ളസംഘം, ആ കൊള്ളസംഘം തന്നെയാണ് ഞാൻ ഇപ്പോഴും ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ADGP അജിത് കുമാർ തന്നെയാണ് ഈ കാട്ടുകള്ളനെ ഞാൻ വിളിച്ചില്ലേ, അതിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയില്ല. കൊള്ളസംഘം, ആ കൊള്ളസംഘം എന്ന് പറഞ്ഞാൽ എൻ്റെ പിന്നിലല്ല, മുഖ്യമന്ത്രിയുടെ ആഫീസ് തന്നെയാണ് കൊള്ളസംഘം. അത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ടുകളാണ് ഇവിടെ പാലക്കാടും അതുപോലെ തന്നെ ചേലക്കരയിലും വരാൻ പോകുന്നത്. അത് തന്നെയാണ് അടിസ്ഥാനപരമായിട്ട് പറയാനുള്ളത്. Zara Gold Diamonds and Platinum CPA Complex CPA Junction എടവണ്ണ. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി എടവണ്ണപ്പാറ, അരീക്കോട്, മഞ്ചേരി, നിലമ്പൂർ. ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമിറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സീതി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ. 22 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ, എടവണ്ണ.